ബിഗ് ബോസ് മലയാളം സീസൺ 6 നാളെ നടക്കാനിരിക്കുന്ന വീക്കെൻഡ് എപ്പിസോഡിൽ ആരായിരിക്കും അല്ലെങ്കിൽ ആരൊക്കെ ആയിരിക്കും ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പടിയിറങ്ങാൻ പോകുന്നത് കൃത്യമായ ഒരു അപ്ഡേറ്റ് കിട്ടിയിട്ടുണ്ട്. ബിഗ് ബോസ് മലയാളം സീസൺ 6 പുതുപുത്തൻ വിശേഷങ്ങൾക്കായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവര് തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്ത് കാണുന്നവര് ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കാം. അങ്ങനെ നാളത്തെ എപ്പിസോഡിൽ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പടിയിറങ്ങാൻ പോകുന്നത് ഒരാള് നോറയായിരിക്കും. ഒന്നിലധികം പേർ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പടിയിറങ്ങുന്നുണ്ടെങ്കിൽ ഋഷിക്കും സിജോനും ഒരുപോലെ സാധ്യത കാണുന്നുണ്ട്. നോറയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ബിഗ് ബോസ് മലയാളം സീസൺ 6 ഈ ഒരു നോമിനേഷനിൽ വന്നിരിക്കുന്ന മറ്റുള്ള കണ്ടസ്റ്റൻസ് ആയിട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ വളരെ കുറവ് വോട്ടാണ് നോറയ്ക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ അൺഒഫീഷ്യൽ വോട്ടിംഗ് സൈറ്റുകളിലും സോഷ്യൽ മീഡിയ പോളുകളിലും വ്യക്തമായിട്ടൊരു ഭൂരിപക്ഷം നോറയ്ക്കില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു വീക്കെൻഡ് എപ്പിസോഡിൽ പുറത്തു പോകാനായിട്ട് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ഒരു കണ്ടസ്റ്റന്റ് അല്ലെങ്കിൽ ഏകദേശം കൺഫർമേഷൻ എന്ന് തന്നെ പറയാം, നോറ തന്നെ ആയിരിക്കും ഈ ഒരു വീക്കെൻഡ് എപ്പിസോഡിൽ പുറത്താവാൻ പോകുന്ന ഒരു കണ്ടസ്റ്റന്റ്. അതുപോലെ തന്നെ മറ്റൊരു വ്യക്തി ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്താവുന്നുണ്ടെങ്കിൽ ഋഷിക്കും സിജോനും ഒരുപോലെ സാധ്യത കാണുന്നുണ്ട്. അൺഒഫീഷ്യൽ വോട്ടിംഗ് സൈറ്റുകളിലും സോഷ്യൽ മീഡിയ പോളുകളിലും ഋഷിയും സിജോയും ഒരുപോലെയാണ് തങ്ങളുടെ വോട്ടും കാര്യങ്ങളൊക്കെ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ കാര്യത്തിൽ നമുക്ക് 100% കൺഫർമേഷൻ പറയാറായിട്ടില്ല. എന്തൊക്കെയാണെങ്കിലും ജിൻഡോയും ജാസ്മിനും ശ്രീതുവും അർജുനും ഈ 4 കണ്ടസ്റ്റൻസും തങ്ങളുടെ ഭൂരിപക്ഷം വ്യക്തമായിട്ട് വോട്ടിങ്ങിൽ കാഴ്ചവെക്കുന്നുണ്ട്. ഇനി ബിഗ് ബോസ് ഹൗസിൽ നിന്ന് ഈ ആഴ്ച ഒന്നിലധികം വ്യക്തികൾ എവിക്റ്റായി പുറത്തു പോവുകയാണെങ്കിൽ അത് ഋഷിയാണോ സിജോ ആണോ, ഈ രണ്ടുപേരുടെയും കാര്യത്തിലാണ് ഇപ്പോൾ നമുക്ക് സംശയം നിൽക്കുന്നത്. നോറ എന്തൊക്കെയാണെങ്കിലും ഈ ഒരാഴ്ച ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്താവുന്നതായിരിക്കും. ഒന്നിലധികം വ്യക്തികൾ പുറത്താവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെയുള്ള എവിക്ഷൻ വെക്കാനായിട്ട് സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ ലാലേട്ടൻ ബിഗ് ബോസ് ഹൗസിന്റെ ഉള്ളിലേക്ക് വന്നുകൊണ്ട് ഒരാളെയും കൂടി പുറത്താക്കി കഴിഞ്ഞാൽ ഒരു ടോപ്പ് 5 അല്ലെങ്കിൽ ഒരു ടോപ്പ് 6 എത്തിച്ചേരാനായിട്ട് സാധിക്കും. എന്തൊക്കെയാണെങ്കിലും ഒന്നിലധികം വ്യക്തികൾ ഈ ഒരു വീക്കെൻഡ് എപ്പിസോഡിൽ പുറത്താവുന്നുള്ള കാര്യം ഏകദേശം കൺഫേംഡ് ആണ്. അപ്പോൾ ഒരാൾ നോറയാണ്, മറ്റൊരു വ്യക്തി സിജോയോ ഋഷിയോ, ഈ രണ്ടുപേരുടെയും കാര്യത്തിൽ സംശയമാണ്. കാരണം സിജോയും ഈ പറയുന്ന ഋഷിക്കും ഒരുപോലെയാണ് ഈ വോട്ടിംഗ് സൈറ്റുകളിലും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ പോളുകളിലൊക്കെ വോട്ടും കാര്യങ്ങളൊക്കെ കാണിച്ചു വരുന്നത്. അപ്പോൾ നിങ്ങളുടെ പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള കണ്ടസ്റ്റൻസിന് കൃത്യമായിട്ട് വോട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലല്ല, കൃത്യമായിട്ട് ഹോട്ട്സ്റ്റാറിൽ വോട്ട് കൊടുക്കാൻ ശ്രമിക്കുക. ഹോട്ട്സ്റ്റാറിലെ വോട്ട് മാത്രമായിരിക്കും കൗണ്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് സിജോ, ഋഷിയോ, ജിൻഡോ, ജാസ്മിൻ ഇവരൊക്കെ ബിഗ് ബോസ് ഹൗസിൽ നിൽക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഹോട്ട്സ്റ്റാർ ആപ്പിൽ കയറിയിട്ട് വോട്ട് എന്ന് പറഞ്ഞ ആ ഒരു സംഭവം ക്ലിക്ക് ചെയ്ത് അതിൽ നിങ്ങൾക്ക് പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള കണ്ടസ്റ്റൻസിന്റെ പിക്ചറിൽ ക്ലിക്ക് ചെയ്ത് അവർക്ക് വോട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അങ്ങനെ തന്നെ വോട്ട് ചെയ്യുക. ഇപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയ പോളുകളിലൊക്കെ നിങ്ങളുടെ സാന്നിധ്യം അറിയിച്ചിട്ട് അവർക്കൊന്നും കിട്ടാനില്ല. തീർച്ചയായിട്ടും നിങ്ങൾ ഹോട്ട്സ്റ്റാറിൽ വോട്ട് ചെയ്യുന്നതിനനുസരിച്ചിട്ടായിരിക്കും അവരുടെ വോട്ടും കാര്യങ്ങളൊക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത്തരത്തിൽ കൊടുക്കാൻ ശ്രമിക്കുക. എന്തൊക്കെയായാലും ഈ ഒരു വീക്കെൻഡ് എപ്പിസോഡിൽ ഒന്നിലധികം കണ്ടസ്റ്റൻസ് പുറത്താവുന്നുള്ള കാര്യം ഏകദേശം കൺഫേംഡ് ആണ്. അപ്പോൾ ഒരാൾ നോറയായിരിക്കും, മറ്റൊരു വ്യക്തി ഋഷിയോ സിജോ, അത് നമുക്കിപ്പോൾ കൺഫർമേഷൻ കിട്ടിയിട്ടില്ല. എന്തൊക്കെയായാലും മറ്റുള്ള കണ്ടസ്റ്റൻസിനെ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് വളരെ വോട്ട് കുറവ് നേടിക്കൊണ്ടിരിക്കുന്ന നോറ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തായിരിക്കുകയാണ്. അത് നമുക്ക് വേണമെങ്കിൽ 100% കൺഫർമേഷൻ ഈ ഒരു അവസരത്തിൽ പറയാനായിട്ട് സാധിക്കും. ബിഗ് ബോസ് മലയാളം സീസൺ 6 പുതുപുത്തൻ അപ്ഡേറ്റ്സിനായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്ത് കാണുന്നവർ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കാം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റുകളായിട്ട് അറിയിക്കുക. നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. താങ്ക്